അടുത്ത സുഹൃത്തുക്കളായ രണ്ട് രാഷ്ട്ര നേതാക്കൾ തമ്മിലെ അഭിപ്രായ വ്യത്യാസമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ചാ വിഷയം. മറ്റാരുമല്ല, ട്രംപും നെതന്യാഹുവുമാണ് ആ രണ്ട് ക്ലോസ് ഫ്രണ്ട്സ്. ഗസയിലെ ഉപദേശക സമിതിയിലെ അംഗങ്ങളുടെ നിയമനത്തിന് പിന്നാലെയായിരുന്നു നെതന്യാഹു രംഗത്ത് വന്നത്. സമിതിയെ പ്രഖ്യാപിച്ചത് ട്രംപ് ആയതുകൊണ്ട് തന്നെ സംഭവം വലിയ ചർച്ചയായിട്ടുമുണ്ട്. ഗസയിലെ വെടിനിർത്തൽ കരാർ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് മുനമ്പിലെ ഭരണത്തിനും അതിന്റെ മേൽനോട്ടത്തിനും ഒക്കെയുള്ള വിവിധ സമിതികൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത്. ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ഭാഗമായുള്ള ഈ സമിതികളിൽ ഒന്നാണ് ഗസ സമാധാന കമ്മിറ്റിക്ക് കീഴിലുള്ള ഗസ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതിന്റെ രൂപീകരണത്തിനാണിപ്പോൾ വിയോജിപ്പുമായി നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. ഭരണമുന്നണിയുടെ യോഗം വിളിച്ച നെതന്യാഹു ഇക്കാര്യത്തിലുള്ള ആശങ്ക US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ അറിയിക്കാൻ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ എന്താണ് വിയോജിപ്പിനുള്ള കാരണമെന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം നെതന്യാഹു ഇപ്പോഴും നൽകിയിട്ടില്ല. സമാധാന സമിതിക്ക് കീഴിലെ എക്സിക്യൂട്ടീവ് സമിതിയുടെ ഘടന സംബന്ധിച്ച് ഇസ്രായേലുമായി സംസാരിച്ചിട്ടില്ല എന്നു മാത്രമാണ് നെതന്യാഹു വിശദീകരിക്കുന്നത്. കൂടാതെ തങ്ങളുടെ നയത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതേസമയം നെതന്യാഹു കൃത്യമായ ഉത്തരം നൽകുന്നില്ലെങ്കിലും ഉപദേശക സ്വഭാവമുള്ള എക്സിക്യൂട്ടീവ് ബോർഡിൽ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനെ നിയമിച്ചതാണ് നെതന്യാഹുവിനെ ചൊടിപ്പിച്ചത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ വഷളായിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ തുർക്കി യുദ്ധാനന്തര ഗസയിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്ക് വഹിക്കുന്നതിനെതിരെ ഇസ്രായേൽ എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു.